സർക്കാരിന്റെ കരുതലിൽ കാസർഗോഡ് 1500 പേർ കൂടി ഭൂമിയുടെ അവകാശികളായി. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് കെട്ടിടവും പട്ടയമേളയും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിതരായിരുന്ന കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനം. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന പട്ടയമേളയിൽ 1503 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തത്. നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് ഉപകാരപ്പെടുന്നതിനായി ഉപയോഗിക്കണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭൂമിയുടെ അവകാശം ചോദിക്കൽ മാത്രമാണ് അവന്റെ ശരി. അങ്ങനെ വരുന്നവരോട് അവൻ ആവശ്യപ്പെടുന്ന പ്രശ്നം നടപ്പിലാക്കാൻ ഈ ചട്ടത്തെയും നിയമത്തെയും എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്നാണ് നാം നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും വരുന്നവരെ ആക്രമിക്കാൻ, ചെകുത്താനെ ആക്രമിക്കുന്ന കുരിശു പോലെ എടുത്തു പിടിക്കാനുള്ള ഒരു നടപടിക്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളൊരു ടാർഗറ്റായി നേരത്തെ കൊടുത്തിരുന്നത് 1057 പട്ടയങ്ങളാണ്. 1057 പട്ടയങ്ങളുടെ ടാർഗറ്റാണ് സെപ്റ്റംബർ 1 പൂർത്തീകരിക്കണം എന്ന കണക്കോടെ ഈ കാസർഗോഡ് ജില്ലയ്ക്ക് കൊടുത്തതെങ്കിൽ ആ 1803 എന്ന കണക്കിൽ നിന്ന് 1503 എന്ന കണക്കായി 500ഓളം പട്ടയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പുഴ പുറമ്പോക്ക്, കടൽ പുറമ്പോക്ക് ഭൂമികളും നിയമവിധേയമായി പതിച്ചു നൽകുമെന്നും നിരവധി സ്ഥലങ്ങളിലെ ഭൂമി പ്രശ്നം ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1 നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് 1057 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ച സ്ഥാനത്താണ് കാസർഗോഡ് 1503 പട്ടയങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്തത്. ഇതിൽ 184 പട്ടയങ്ങൾ 1970 മുതലുള്ള നിയമപ്രശ്നങ്ങൾ പരിഹരിച്ച് കൊറഗ ജനവിഭാഗത്തിലുള്ളവർക്കാണ് നൽകിയത്. ഓപ്പറേഷൻ സ്മൈൽ എന്ന പേരിലാണ് കൊറഗ വിഭാഗത്തിന്റെ പട്ടയ വിതരണ പദ്ധതി നടപ്പിലാക്കിയത്. കാത്തിരുന്ന് ഭൂമി ലഭിച്ചവർക്ക് നിറഞ്ഞ സന്തോഷം. കയ്യിൽ കിട്ടി, നല്ല സന്തോഷം. പുല്ലൂർ വില്ലേജിലെ ഇരിയാന്ന് സ്ഥലം പോരാട്ടമായിട്ട് ഒരു വീടുണ്ടാക്കണം. അവിടെ ആ കിട്ടിയ ഭൂമിയിൽ ഒരു വീടുണ്ടാക്കണമെന്നുള്ളത് പുറമ്പോക്ക് ഭൂമിയാണ്. എന്നെ അതിനുള്ള പ്രയത്നം. ബാക്കിയിപ്പോൾ ഇപ്പോൾ ലൈഫിൻ്റെ അതിൽ അപേക്ഷിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും സന്നദ്ധ സംഘടന അവർ കെട്ടിത്തരുന്നെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഈ സെപ്റ്റംബർ 16 വന്നാൽ ഞങ്ങൾക്ക് 15 വർഷം പൂർത്തിയായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷം ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ കാലത്തിന് ശേഷം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, പറയാൻ പറ്റുന്നില്ല. കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ സ്വന്തമായിട്ടൊരു ഭൂമി. 40 വർഷമായിട്ട് അമ്മയുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി കിട്ടിയപ്പോൾ ഒരു സന്തോഷം. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.